ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ചാടിയ വയറ് കുറയ്ക്കാനും ശരീരം മൊത്തം എനിക്ക് വണ്ണം കുറയ്ക്കാനും ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ മുന്നേ വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഇട്ടപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നിങ്ങൾ ബെൽറ്റ് വെച്ചിട്ട് വയറ് ഒതുക്കിയതല്ലേ, ഇത് ഗർഭിണിയായിരിക്കുമ്പോഴുള്ള ഫോട്ടോ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് കമൻസ് വന്നു. ഞാനത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വയറ് കുറച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ ഒരു സാരി ഉടുത്ത് കാണിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ബെൽറ്റ് ഇട്ടിട്ടില്ല. ഞാൻ ഓപ്പണായിട്ട് ബെൽറ്റ് ഇട്ടിട്ടല്ല. നമ്മൾ ഈ ബ്ലൗസൊക്കെ സാരി ബ്ലൗസിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോയിൽ ഇട്ടതാണ്. ഈ ഒരു ബ്ലൗസ് എൻ്റെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ ഈ കുർത്തി അടിച്ചിരിക്കുന്നത് ഇത് 3-3.5 മാസം മുന്നേ നമ്മളിതിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ വണ്ണം കുറച്ചത്, എന്തൊക്കെ ഫുഡ് ഡയറ്റുകളാണ് ഞാൻ ചെയ്തിരുന്നത്, എന്തൊക്കെ സാധനം കഴിച്ചു, എന്തൊക്കെ സാധനം ഞാൻ കഴിച്ചില്ല എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. 3 മാസത്തോളം ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ആരോടും ഞാൻ നിർബന്ധിക്കുന്നില്ല ട്രൈ ചെയ്യാനായിട്ട്. ഞാൻ എൻ്റെ കാര്യം ഞാൻ എങ്ങനെ കുറച്ചു എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ട് ഞാൻ അല്ലെങ്കിൽ ഡിന്നറിന് പകരം ഏതെങ്കിലും ഒരു നേരം, 2 നേരമാണെങ്കിൽ റിസൾട്ട് കൂടുതലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയണം. ഏതെങ്കിലും ഒരു നേരമെങ്കിലും കുറഞ്ഞത് നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റിന് പകരം അല്ലെങ്കിൽ ഡിന്നറിന് പകരമായിട്ട് ഇത് കഴിക്കുക, ഇതല്ലെങ്കിൽ ഓട്സ് കഴിക്കുക. ഇതിപ്പോൾ ഞാൻ 1/2 ഗ്ലാസ് പാലിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് 1 ടേബിൾ സ്പൂൺ റാഗി പൊടി കൂടി ചേർത്തിട്ടുണ്ട്. മധുരം ചേർത്തിട്ടില്ല ഞാൻ. ചിലർ കശുവണ്ടിപ്പരിപ്പ് ചേർത്ത്, അതൊന്നും എനിക്കറിയില്ല, ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കിയിട്ട് നല്ല കട്ടിയാക്കിയിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിതിൽ വേറെ മധുരത്തിനൊന്നും ചേർക്കില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കരിപ്പെട്ടി ചേർക്കാം. പിന്നെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതിൽ നമ്മൾ പാല് ചേർക്കണം നിർബന്ധമുണ്ടോ, ചിലർക്ക് പാൽ അലർജിയാണ്, പാല് ചേർക്കണം എന്നൊരു നിർബന്ധമില്ല. പക്ഷേ എനിക്ക് പാലില്ലാതെ കുടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ പാല് ചേർക്കുന്നത്. ഓക്കെ, അല്ല നമുക്ക് ചേർക്കണം ഒരു നിർബന്ധം. നിങ്ങൾക്ക് പാല് സ്കിപ്പ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുത്ത ശേഷം നമുക്കൊരു പഴം കൂടി ചേർത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് കുടിക്കാവുന്നതാണ്. അപ്പം ഞാൻ എങ്ങനെയാണ്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടാണ്, ഇതാണ് ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഞാൻ ഇത് കഴിക്കും, അല്ലെങ്കിൽ ഡിന്നറിന് പകരമായിട്ട് ഇത് കഴിക്കും. ഈ ഒരു റാഗി അല്ലെങ്കിൽ ഓട്സ് കഴിക്കും കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ചോറ്, മീൻകറി, പിന്നെ വെജിറ്റബിൾ കറികൾ അങ്ങനെ കൂട്ടി കഴിക്കും. അപ്പോൾ രാവിലെ ആണെങ്കിൽ വൈകുന്നേരം ആണെങ്കിലും ഇത് കഴിക്കുക. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പോൾ രാവിലെ ഇത് കഴിക്കുകയാണെങ്കിൽ വൈകുന്നേരം ഒരു ചപ്പാത്തി 2 ദോശ എന്നുള്ള ലെവലിലായിരിക്കും കഴിക്കുക കേട്ടോ. ഓട്സ് ഞാൻ ഇങ്ങനെ കഴിക്കാറുണ്ട്. ഓട്സ് സാധാരണ കുറച്ച് പാലും ചേർത്ത് മിക്സ് ആക്കിയിട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ടാണ് അല്ലെങ്കിൽ ഡിന്നറിന് പകരമായിട്ട് ഇത് കഴിക്കുക. അല്ലാണ്ട് അതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഇത് കഴിച്ചാൽ ഉറപ്പായിട്ടും വണ്ണം വെക്കും കേട്ടോ. പിന്നെ ചിലർ എന്നോട് ചോദിച്ചു തൈറോയ്ഡ് ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുമെന്ന്. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. എനിക്ക് തൈറോയ്ഡൊന്നുമില്ല. എനിക്ക് ആകെയുള്ള PCOD ആണ്. PCOD ഉള്ള സമയം എനിക്ക് ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഞാനത് കൺട്രോളാണ്, ഫുഡ് കൺട്രോൾ ആയതുകൊണ്ട്. പിന്നെ ഞാൻ എന്തൊക്കെ ചെയ്തു പറയാം, 30 മിനിറ്റ് ഡെയിലി നടക്കുമായിരുന്നു. ഓക്കെ, നന്നായിട്ട് കൈ വീശി നടക്കും. പിന്നെ അതല്ലാണ്ട് ഞാൻ മധുരപലഹാരങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട്. വൈകുന്നേരം ചായയിൽ മധുരം ഇടാറില്ല. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ, മീൻ ഫ്രൈ എന്നുള്ള സംഭവങ്ങളേ ഇല്ല, കറികൾ മാത്രം. വറുത്ത് പൊരിച്ച ഉഴുന്നുവട, പരിപ്പ് വട, അങ്ങനെ പഴംപൊരി എന്നുള്ള സംഭവങ്ങൾ ഞാൻ കഴിക്കാറില്ല. നമ്മൾക്ക് വിശക്കുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും ഫ്രൂട്ട്സ് ആണ് കഴിക്കാറുള്ളത്. അപ്പോൾ രാവിലെ ഇത് കഴിക്കുകയാണെങ്കിൽ 11 മണിയാകുമ്പോൾ ഒരു ആപ്പിളോ അല്ലെങ്കിൽ റോബസ്റ്റോ പഴമോ അല്ലെങ്കിൽ ഒരു പപ്പായ കുറച്ച് ഭാഗം എടുത്ത് കഴിക്കും, വാട്ടർമെലനോ കഴിക്കും. രാത്രിയാണ് ഈ റാഗി കഴിക്കണം എന്നുണ്ടെങ്കിൽ രാത്രി ഇതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് കൂടി കഴിക്കും. ഓക്കെ, അങ്ങനെയാണ്. അതിൽ ഞാൻ മധുരം ചേർക്കാറില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കരിപ്പെട്ടി ചേർക്കാമെന്ന് മാത്രമേ ഉള്ളൂ. റാഗി കഴിച്ച് കഴിഞ്ഞാൽ വണ്ണം കുറയില്ല. ഇത് കഴിച്ചുകൊണ്ട് മാത്രമല്ല വണ്ണം കുറഞ്ഞത്, ഞാൻ വേറെ ഫുഡ് മാറ്റിയിട്ടാണ് ഇത് കഴിച്ചിരുന്നത്. പിന്നെ നടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓയിൽ ഫുഡുകളെല്ലാം നിർത്തിയിട്ടുണ്ട്. മധുരപലഹാരങ്ങൾ നിർത്തിയിട്ടുണ്ട്. വൈകുന്നേരം ചായയിൽ മധുരം ഇടാറില്ല. അങ്ങനെയാണ് ഞാൻ എൻ്റെ വണ്ണം വയറ് കുറച്ച് അതുപോലെ തന്നെ ശരീരത്തിൻ്റെ വണ്ണം കുറച്ചെടുത്തിരിക്കുന്നത്. പലരും എന്നോട് ചോദിച്ചതുകൊണ്ടാണ്. ഞാനൊരു 3 മാസത്തോളം ഞാൻ ട്രൈ ചെയ്തു. ആരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല ട്രൈ ചെയ്യാനായിട്ട്. ഞാൻ എൻ്റെ അനുഭവം മാത്രമാണ് ഷെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ. എനിക്ക് തൈറോയ്ഡ് പോലുള്ള പ്രശ്നങ്ങളിൽ എനിക്ക് PCOD ആണ് ഉള്ളത്. പക്ഷെ അത് ഞാൻ കൺട്രോൾഡ് ആണ് ആക്ച്വലി, ഈ ഫുഡ് കൺട്രോളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ 11 മണി, അപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഈ വീഡിയോ രാവിലെ ഞാൻ എടുത്തത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു 11 മണിയാകുമ്പോൾ പപ്പായ അല്ലെങ്കിൽ റോബസ്റ്റോ പഴമോ അല്ലെങ്കിൽ ഒരു ആപ്പിളോ കൂടി കഴിക്കും. അത് കഴിക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ എനിക്ക് കഴിക്കാൻ തോന്നുന്നതുകൊണ്ട് ഞാൻ കഴിക്കുന്നതാണ്. വേറെ നമുക്ക് ഫ്രൈ ഐറ്റംസ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ 3 മാസം ഞാൻ നന്നായി നടന്നിട്ടുണ്ടായിരുന്നു ഡെയിലി. അങ്ങനെയാണ് ഞാൻ എൻ്റെ വയറ് കുറച്ചതും അതുപോലെ തന്നെ വണ്ണം കുറച്ചതും. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യൂ കേട്ടോ.